ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകന്റെ ഭാര്യ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ആദ്യമേ തന്നെ രാവിലെ 10 മണി തൊട്ട് ആള് മെന്റലി സ്ട്രോക്കായിരുന്നു. അത് ആത്മഹത്യാ പ്രേരണ കുറ്റം അതിനകത്ത് എഴുതിയേക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് അന്ന് നടന്നത്. അന്നത്തെയാണ് ഏറ്റവും വലിയ സ്ട്രോക്കായത്. പിന്നെ VRCGയുടെ ഭീഷണി ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഫോണിലുണ്ടല്ലോ, അതപ്പോൾ അവർക്ക് പരിശോധിക്കല്ലോ. സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സുഹൃത്ത് ബന്ധമല്ല, പരിചയം. സുഹൃത്തുക്കളെ പൂർണ്ണമായിട്ട് സുഹൃത്തുക്കളാന്ന് പറയാൻ പറ്റത്തില്ല. കാണുമ്പം ചിരിക്കും, ഇതിലെ വന്നങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. കടയുടെ ആയിട്ട് VRCG ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടെ പല പ്രാവശ്യം ഞങ്ങളോട് മീറ്റിംഗ് വെച്ചാണ് ഇങ്ങനെ പല പ്രാവശ്യവും കടുക്കളായി തരാമെന്ന് പറഞ്ഞത്. അതും ഭയങ്കരമായിട്ട് പലതവണ ചെന്ന് പലതവണ ബഹളം ഉണ്ടാക്കിയാണ് ഞങ്ങൾക്ക് കുറേശ്ശെ തന്നുകൊണ്ടിരുന്നത്. സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് പൈസ തന്നേക്കുന്നത് ആകെ ഒരു പ്രാവശ്യം മാത്രം തന്നിട്ടുണ്ട്. ചോദിക്കാതെയല്ല, ആ പറഞ്ഞ സമയത്ത്. മാസത്തവണകളെന്ന് പറഞ്ഞു കഴിഞ്ഞേക്കുന്നത് അത് എപ്പോഴും ഞങ്ങളായിട്ട് നടത്തിക്കുകയാണ്. മണിക്കൂറുകൾ നിൽക്കേണ്ട ഒരവസ്ഥയിലോട്ട് ഞങ്ങൾ വന്നായിരുന്നു. ഞങ്ങൾക്ക് വല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ വീട്ടിൽ കഴിയുന്നു. അത് ഞങ്ങൾക്ക് പറ്റാത്ത സാഹചര്യമായി. 1.5 വർഷമായിട്ട് ഇങ്ങനെ കിടന്ന് ഇതിനു വേണ്ടി തന്നെ പുറകെ നടക്കാന്ന് പറയുമ്പോൾ നമുക്ക് പ്രായമായ കാരണവന്മാരുണ്ട്. അവർ കിടന്ന കിടപ്പിലുള്ള അവസ്ഥയാണ്. നമുക്കങ്ങനെ പോയി കടയടച്ചേച്ചാണ് പോകുന്നത്. ഒരു ചെറിയ കടയുണ്ട്, ആ കടയടച്ചേച്ചാണ് ആദ്യം ഞാൻ പോകും. ഞാൻ പിന്നെയും കുറച്ചുകൂടെ പിടിച്ചു നിൽക്കുന്നയാളാണ്. ഞാൻ പോയി കഴിഞ്ഞ് നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് സാബുവിനെ വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ബഹളം വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പൈസ തരാനുള്ള. അത് വൈകുന്നേരം വാ, അല്ലെങ്കിൽ 3 മണി കഴിഞ്ഞ് വാ. 3 കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ 5 വരെ നിർത്തും. അങ്ങനെയുള്ള പരിപാടിയാണ്. യെസ്, തള്ളിയെന്ന് പറഞ്ഞു. പോടാവില്ലെന്നും പറഞ്ഞ് തള്ളിയെന്ന് പറഞ്ഞു. തള്ളിക്കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ പെട്ടെന്ന്, അതായത് സെക്രട്ടറി ഉണ്ടായിരുന്നു, റെജി ഉണ്ടായിരുന്നു, സുജി ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഒരിക്കലും ഇല്ലാത്ത ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞാൽ സെക്രട്ടറി പറഞ്ഞു എൻ്റെ അടുത്തല്ലേ കാച്ചിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു ചോദിക്കാൻ. അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു. അത് രാവിലെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്ന ആള് ഈ പ്രശ്നം എല്ലാം കഴിഞ്ഞപ്പോൾ. അവരെന്നേരം ഭയങ്കര തിരക്ക്. വണ്ടിയിൽ കേക്ക് കയറ്റുന്നു, ആൾക്കാർക്ക് കലണ്ടർ കൊടുക്കണം, അതിനുള്ള തിരക്ക്. അപ്പോൾ സാഹു എന്നോട് വന്ന് പറഞ്ഞു, പൈസ ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് തരാത്തത്, നമുക്ക് തരാതിരിക്കാനാണ് ഒരു മാക്സിമം നോക്കുന്നത്. ബാങ്ക് ജീവനക്കാര് ഒരു തരത്തിലും അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല, അത് വളരെ സൗമ്യരായിട്ടുള്ള ആളുകളാണെന്നാണ് ബാങ്കിന്റെ പ്രസിഡന്റ് പറഞ്ഞത്. ഭയങ്കര സൗമ്യരാണ്. ഞങ്ങൾ 1.5 വർഷം കൊണ്ട് അനുഭവിച്ച സൗമ്യതയൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അതുപോലെ തന്നെ ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം, സാബുവിന്റെ ആത്മഹത്യയാണോ എന്ന് സംശയമുണ്ട്, ഇതിനോട് പോലീസ് അന്വേഷിക്കണം. സാബുവിന്റെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നു, മാല കിട്ടി. മാല സാബു പെട്ടിക്കകത്ത് തേച്ച തുണിയുടെ കൂടെ ഉണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ചിന് കേസ് കൊടുക്കാനുള്ള ഇതുണ്ട്. പക്ഷേ എൻ്റെ സാഹചര്യം ഇപ്പം ഞാൻ ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 മാസം റെസ്റ്റ് വേണം. റെസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ അപ്പം നമ്മൾ കയറി ഇറങ്ങി നടക്കാനുള്ള ഒരവസ്ഥ ഇല്ലിപ്പം. ഇപ്പം അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, അതാണ് ഞങ്ങളുടെ ആവശ്യം. വേറെ ഒരു തരത്തിലും അങ്ങനെ പരാതി തരാൻ ഇപ്പോൾ അതിന് പുറകെ നടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം എനിക്കില്ല. ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. പോരാട്ടം തുടരും 100%. നീതി, പൈസ കിട്ടണം, നീതി ലഭിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണമല്ലോ. നമ്മൾ അന്നത്തെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം, ഇഷ്യൂ ആയത്. അതാണ് ഏറ്റവും മെയിനായിട്ട് ഞങ്ങൾക്ക്. സാവിന് ഭയങ്കരമായിട്ട് ഷോക്കായത് ആ ദിവസമാണ്. അന്നുണ്ട് ഒരു പാവമായിട്ടുള്ള മനുഷ്യനാണ്, അങ്ങനെ ആരും ദേഷ്യപ്പെടാറില്ല. അന്ന് സംസാരിച്ചപ്പോൾ പുള്ളി ഒരു സാധാരണ രീതിയിൽ പറഞ്ഞു പോയതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സാധാരണ രീതിയിൽ പറഞ്ഞു തന്ന മൊബൈലിൽ മൊത്തം റെക്കോർഡുണ്ടല്ലോ, തെളിവുണ്ട്. തെളിവില്ലെങ്കിലൊക്കെ നിന്നെ കാണിച്ച ആദ്യം പറഞ്ഞു നിന്റെ പേര് കേസൊന്നും എടുക്കുന്നില്ല, കാരണം എനിക്ക് നിന്നെ അറിയാം, പക്ഷെ നിനക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാവ് പറയുന്നുണ്ട്, ഇത് ഞാൻ കേട്ടതാണ് മൊത്തം, എന്നാ പണിയാ സാറേ, പണിയെന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ലോ എന്ന് പറഞ്ഞു. അത് പണി നിനക്ക് കാണിച്ചു തരാടാ, പണി ഞാൻ പഠിപ്പിച്ചു തരാടാന്ന് പറയുന്നുണ്ട്.
പണി നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അതിൻ്റെ കുറേയും കൂടെ ഉണ്ട്. അത് ഞാനങ്ങ് മറന്നു. അത് കേട്ട് കഴിഞ്ഞാൽ മൊബൈലിലുണ്ട്. സാവു അതിനിടയ്ക്ക് പറയുന്നുണ്ട് ലാസ്റ്റ് എന്നെ കൊല്ലുമായിരിക്കും, അതായിരിക്കും ഏറ്റവും വലിയ പണി നിങ്ങൾ ചെയ്യാൻ പോകും, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു ഞങ്ങളെ രണ്ടുപേരെയും നിങ്ങൾ കൊന്നേച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ആരും അറിയുന്നുമില്ല. കാരണം പല പ്രാവശ്യം സാവു എന്നോട് പറഞ്ഞു പല നേതാക്കളോടും പറയാമെന്ന് പറഞ്ഞു. നമ്മുടെ കോൺഗ്രസിൻ്റെ ജോയ് വെട്ടിക്കുഴി സാറിനോടൊക്കെ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനമല്ലേ, അത് നിലനിൽക്കട്ടെ. എങ്ങനെയായാലും നമ്മൾ രണ്ട് വ്യക്തികൾ കാരണം ആ സ്ഥാപനത്തിൽ ഒരു പ്രശ്നവും വരരുത്. എപ്പോഴും എന്നെ ഉപദേശിക്കാനും നമുക്ക് ഒരു 4-5 പേരെ കൂടി ചാച്ചനെ അമ്മച്ചിയൊക്കെ കൊണ്ട് അവിടെ കിടത്തിയാലോ എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞു. അതുപോലെ ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ നിരസിച്ച് ഈ ഓപ്പറേഷൻ്റെ തലേദിവസം വരെ എന്നോട് പറഞ്ഞു ജോയ് സാറിനെ കാണാൻ പോകണം നമുക്ക്. അന്നേരവും ഞാൻ പറഞ്ഞു ഇത് സ്ഥാപനമാണ്, അത് നിലനിൽക്കേണ്ടതാണ്. നമ്മൾ 2 പേര് കാരണം, 2 വ്യക്തികൾ കാരണം ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഞാനത് നിരസിച്ചാണ്. അപ്പം രാവിലെ കൊച്ചു കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ജോയ് സാറിൻ്റെ വീട്ടിൽ പോയി കാണും മോനെന്ന്. കാരണം പോകണമെന്ന് തലേദിവസം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ബാങ്ക് ജീവനക്കാർക്കെതിരെ നടപടി എടുത്തില്ല ബാങ്ക്. അവർക്കെതിരെ നടപടി വേണോ എന്നുള്ളത് ബോർഡ് മീറ്റിംഗ് കൂടിയതിനു ശേഷം ആലോചിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എന്നും ബാങ്ക് പ്രസിഡന്റ് പറയുന്നുണ്ട്. ജീവനക്കാർ എങ്ങനെ പെരുമാറുന്നവരല്ല എന്ന് പറയുന്നത്. അവർ പെരുമാറിയതിന് കണക്കുകളില്ല. 1.5 വർഷമായിട്ട് നമുക്കറിയാലോ. അതുപോലെ ഞങ്ങൾ ക്രൂരത അനുഭവിച്ചിട്ടുണ്ട്. നടപടിയെടുക്കണം. ഈ ബാങ്ക് ജീവനക്കാർക്കെതിരെ അവരുടെ ഇപ്പോൾ അവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ റിയാസ് സജീവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശിക്ഷ ഉണ്ടാകണം അല്ലേ? കാര്യങ്ങളൊക്കെ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് ശരിക്കും അന്നത്തെ ദിവസത്തെയാണ് ശരിക്കും ഉണ്ടായത്. ആ 3 പേരും ബിയർ സജിയും കൂടെ പറഞ്ഞപ്പോഴാണ് പ്രശ്നം കൂടിയത്. അതാണ് ഏറ്റവും വലിയ ഷോക്ക് ആയത്. അന്നത്തെ ദിവസത്തെയാണ്. ബാക്കി ബോർഡ് മെമ്പേഴ്സൊക്കെ ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ അവർ കാണാറ് മാത്രമേ ഉള്ളായിരുന്നു. വേറെ പ്രശ്നത്തിനൊന്നും അവർ വന്നിട്ടില്ല. വീഴ്ചയാണ് അന്നത്തെ സംഭവം ഉണ്ടായത്. ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കിയത്. അപ്പം എന്നോട് പറഞ്ഞു ഇനി എനിക്കതിന് പോകാൻ പറ്റത്തില്ല, പൈസയുടെ കേസിനോ ഒരാവശ്യത്തിനോ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്കത് താങ്ങാനുള്ള ഇതില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസം റെസ്റ്റ് കഴിഞ്ഞ് വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് അവിടെ പോയി നമുക്ക് സംസാരിക്കാം, ഞാനും കൂടെ വരാം. എൻ്റെ ആങ്ങളുടെ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയും കൂടെ പറഞ്ഞു ചേച്ചി സാവു വിഷമിക്കാതിരിക്കുക, നമുക്ക് പോയി ചോദിക്കാം. അപ്പോൾ അതുപോലെ കഷ്ടപ്പെട്ട പൈസയാണ്. പൈസയെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം വരുമ്പോഴല്ലേ പൈസ ചോദിക്കുന്നു. അപ്പം നമ്മൾ ഇവർ പറഞ്ഞതനുസരിച്ച് 1.25 ലക്ഷം രൂപ തരാമെന്നായിരുന്നു പറഞ്ഞു മാസം. അപ്പം നമുക്ക് 30-ാം തീയതിയാണ് ശരിക്കും തരേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് ആശുപത്രി കേസ് വന്നു പറഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് എടുത്തിരുന്ന 1 വർഷം ആയതേ ഉള്ളായിരുന്നു. പക്ഷെ അതിന് 2 വർഷം കഴിയാതെ യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് പൈസ കിട്ടുകയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും പെട്ടെന്ന് നമ്മുടെ ഈ പൈസ ഇല്ലാതെ. അപ്പം നമ്മൾ പോയ വഴിക്ക് തന്നെ ബാങ്കിൽ കയറിയിട്ടാണ് പോയത്. 4 മണി തൊട്ട് 5 മണി വരെ അവിടെ നിന്നിട്ടും യാതൊരു അനക്കവും ഇല്ല, പൈസയും തരുന്നില്ല, ഒന്നും തരുന്നില്ല. പിന്നെ ഞങ്ങൾ പോയി അവിടെ അഡ്മിറ്റായിട്ട് പിറ്റേ ദിവസം രാവിലെ സാവു വന്ന് കടയിൽ ചോദിച്ചു, ബാങ്കിൽ ചെന്നപ്പം ഇപ്പോൾ പൈസ ഉണ്ടാകുകയില്ല, ഇങ്ങനെ ധൃതിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുകയില്ല. അപ്പം മൂത്ത മകനെ പറഞ്ഞു വിട്ടു. മൂത്ത മകൻ അവിടെ ചെന്ന് പറഞ്ഞു എൻ്റെ അമ്മയുടെ ജീവൻ എനിക്ക് വലുതാണ്. അങ്ങനെയാണ് അവർ 40,000 രൂപ വൈകുന്നേരം തന്നു. 2 ലക്ഷം രൂപയോളം ഓപ്പറേഷൻ കേസിനും ബാക്കി എക്സ്പെൻസ് എല്ലാം കൂടെ ആവും. സർജറിക്ക് തന്നെ അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടി നമുക്ക് ഒരു 95,000 1 ലക്ഷം രൂപ അടുത്താവും. പിന്നെ നമ്മൾ പനിയും ചുമയായിട്ടാണ് അവിടെ അഡ്മിറ്റ് ആകുന്നത്. ആ സമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ സ്കാനിങ്, ബാക്കി ഡോക്ടേഴ്സിനെ കാണുന്ന. അപ്പോൾ ഓവറോൾ നമുക്ക് ഒരു 2 ലക്ഷം രൂപയാവുമെന്ന് പറഞ്ഞു. അടുത്ത ആകുമെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. അപ്പോഴത്തേക്കും നമുക്ക് ടെൻഷനായി. പൈസ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകണമല്ലോ. നമ്മൾ ഇട്ടിടത്തുനിന്ന് നമുക്ക് ചോദിക്കുന്നത് ഏറ്റവും നല്ലത്. നമ്മൾ ഓടിക്കൊണ്ട് വേറെ ആൾക്കാരോട് വേറെ ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പൈസ ഉണ്ട്, ആ പൈസയിൽ നിന്ന് തന്നാൽ മതി, ലോണായിട്ട് തന്നാൽ മതി എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അല്ലെ നിങ്ങൾ ആശുപത്രിയിലെ ബില്ലടച്ചാൽ മതി എന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ അന്നിട്ടും പൈസ തരുന്നില്ല. ഞാൻ എന്നിട്ട് അവിടെ ചെന്നപ്പോൾ റെജിയെ വിളിച്ചു നോക്കി. റെജിയെ വിളിച്ചപ്പോൾ റെജി പറഞ്ഞു അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഒരു 40 കൂടെ തന്നു, 80 രൂപ ഞങ്ങൾക്ക് തന്നു. 3 റെസിപ്റ്റ് ആയിരുന്നു. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ നിക്ഷേപകൻ സാബുവിന്റെ ഭാര്യയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഇനി ആരോടും സംസാരിച്ചത്. അഡ്ജസ്റ്റ് ചെയ്തോളാം.